ഗുഡ് മോർണിംഗ്. ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ വീടിന് ഇറങ്ങി വരുന്ന ഫ്രണ്ടിലെ കതവ് തുറന്ന് ഇറങ്ങി വരുന്ന സമയമാണ്. 3 പേര് ഇവിടെ ഉണ്ട്. റോസി, സൂസി, പിന്നെ ഏലി. ഇവര് 3 പേരുണ്ട്. സൂസി വാ. സൂസി വന്നു. റോസി വാടി വാ. റോസി വാ. റോസി വാടി വാ. ഒരു 3 പേര് ഇന്നലെ വിശന്നിരിക്കുകയായിരുന്നു. വാ റോസി വാ. റോസി വന്നു. ഏലി മാത്രമേ ഉള്ളൂ ഒരു ശകലം മാറിയിരിക്കുന്ന ഏലിയുള്ളൂ. ഇത് സൂസി, ഇത് റോസി, ഏലി. ഞാനിവരെ 3 പേരെയും പറയുന്നത് റോസിയും സൂസിയും പിന്നെ ഏലിയും. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ടിട്ട് എൻ്റെ ഒരു ഓമന പട്ടിയുണ്ട്, അതിന് സഹിക്കുന്നില്ല. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ചാർലി എന്നാണ്. ഇതിന് ഫീഡ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര വിഷമാണ്. വഴി റോസി വാ. ഏലി എന്നാണ്. ഈ പൂച്ചകളുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വീട്ടിൽ വന്ന് കയറിയത് കിറ്റി എന്ന് പറയുന്ന നല്ലൊരു വെള്ള ഓമന പൂച്ചക്കുഞ്ഞായിരുന്നു. അത് വന്ന് കയറി അടുക്കളയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ അകത്ത് വളർത്തി, ഒരു പെട്ടിയിലൊക്കെ ഇട്ട് വളർത്തി നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുഞ്ഞുണ്ടായി. അതിന് ഞങ്ങൾ കുറുമ്പി എന്ന് പേരിട്ടു. കുറുമ്പി ഞങ്ങളുടെ ഓമന പെറ്റായിരുന്നു. ആ കുറുമ്പി ഞങ്ങളുടെ കൂടെ എപ്പോഴും, അകത്തൊക്കെ ഞങ്ങളെ അങ്ങനെ ബെഡ്റൂമിലൊന്നും കയറ്റില്ല, അടുക്കളയിലും എല്ലാം ഇങ്ങനെ കയറി നടക്കുക. ഞങ്ങളുടെ കാലിന് ചുറ്റും ഇങ്ങനെ നിൽക്കും, തലോടും. അത് കഴിഞ്ഞതിന് ശേഷം അതിന് 3 കുഞ്ഞുങ്ങളുണ്ടായി. റോസി, സൂസി, പിന്നെ ഏലി. ഇവര് 3 പേരും ഇവിടെ ഉണ്ട്. വാ. റോസിയും സൂസിയും പിന്നെ ഏലി. ഇനി ഇവിടെ ഒരു കൊച്ചതിഥി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരു റൂമിലിട്ട് പൂട്ടിയേക്കാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വരും. നമ്മൾ സ്നേഹം കൊടുത്താൽ പ്രിയമുള്ളവര് അവരെല്ലാവരും നമ്മളോട് നല്ല സ്നേഹം കാണിക്കും. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഗേറ്റിൻ്റെ, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇന്ന് ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇവർ കാത്തിരിക്കും. 11 മണിക്കായാലും 10 മണിക്കായാലും അവിടെ വെയിറ്റ് ചെയ്യും. പലപ്പോഴും ഇവർ 2 പേരാണ്, ചിലപ്പോൾ ഏലിയും കാണും. വെയിറ്റ് ചെയ്യും. രാവിലെ ഉണർന്ന് കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ ഇവർ 3 പേര് ഇവിടെ ഹാജരാണ്. അവർ വന്ന് ഇത് കഴിക്കും. അവർക്ക് വളരെ സ്നേഹമാണ്. അവർ കാലിന് ചുറ്റും ഇങ്ങനെ നിൽക്കും. പോകാൻ നേരത്തും ടാറ്റയൊക്കെ പറയാനായിട്ട് ഇവിടെ നിൽക്കും. നമുക്ക് വളരെ സന്തോഷമുണ്ട് അവർക്ക്. ഓക്കെ, ഇത് വാച്ച് ചെയ്തതിൽ താങ്ക് യു ഓൾ.